നമസ്കാരം, സനി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ജിംഖാന, ഖാലിദ് റഹ്മാന്റെ 5ാമത്തെ ചിത്രം. ഈ വിഷു സീസണിൽ ഇറങ്ങിയേക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. കാരണം അതിൻ്റെ സംവിധായകൻ തന്നെയാണ് ഖാലിദ് റഹ്മാൻ. അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന സിനിമകൾ തല്ലുമാല, ഉണ്ട, അനുരാഗ് കരിക്കും വെള്ളം, എല്ലാ സിനിമകളും പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നസ്ലിൻ, ഇപ്പോഴത്തെ സെൻസേഷനായിട്ടുള്ള യുവതാരം നസ്ലിനായിട്ട് ഒന്നിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഡബിൾ പ്രതീക്ഷയായിരുന്നു അതിനകത്ത്. പോരാത്തിന് ഖാലിദ് റഹ്മാൻ്റെ തന്നെ ഒരു ടീമായിട്ടുള്ള ലുക്മാനും അതേപോലെ തന്നെ ഗണപതി, പിന്നെ മറ്റ് യുവ താരങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു വൈബ് പടം തന്നെയാണ് ആളുകൾ ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷുവിൽ ഒരു ഫെസ്റ്റിവലായിട്ട് എല്ലാവരും ഈ ഒരു സിനിമേനെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ സിനിമ അത് തെറ്റിച്ചില്ല, ഒരു വൈബ് പടം. സിനിമയുടെ കഥാപശ്ചാത്തലം ഓൾറെഡി സംവിധായകൻ തന്നെ ഇൻ്റർവ്യൂവിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അതായത് +2 ഫെയിലായിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അവർക്ക് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഇനി അടുത്തൊരു കോളേജ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും +2 ജയിച്ചേ മതിയാവും. അപ്പോൾ +2 ജയിക്കണമെങ്കിൽ അതിനുള്ള ഏക മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗ്രേസ് മാർക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് കഴിവുകൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എളുപ്പത്തിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവരേതെങ്കിലും സ്പോർട്സ് കോട്ട വഴിയോ അല്ലെങ്കിൽ ആർട്സ് അത് മുതലായുള്ള അതിൻ്റെ ഗ്രേസ് മാർക്ക് വഴി അഡ്മിഷൻ ലഭിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് അവർ സ്പോർട്സ് തിരഞ്ഞെടുക്കുന്നു. സ്പോർട്സിൽ തന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ, അതൊക്കെ ഒരുപാട് ആളുകളുണ്ട്, പിന്നെ കിട്ടാനും പാടാണ് എന്നുള്ളൊരു ചിന്താഗതിയുള്ള കാരണം ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗ്ഗമാണ് അങ്ങനെയാണെങ്കിൽ ബോക്സിങ്ങിൽ ചേരാം, ബോക്സിങ് പഠിക്കാം. ബോക്സിങ്ങിൽ ചേർന്ന് സ്റ്റേറ്റ് ലെവലെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രേസ് മാർക്ക് കിട്ടി അവർക്ക് തുടർ പഠനം നടത്താം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അതായത് നസ്ലിൻ്റെ ഗ്യാങ് നേരെ ബോക്സിങ് പഠിക്കാനായിട്ട് പോകും. സംവിധായകൻ തന്നെ പറഞ്ഞ പോലെ അവർ ഡിസ്ട്രിക്ട് ലെവലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ അവർ പാസ്സായിട്ട് പോകും. പിന്നീടാണ് അവർ മെയിനായിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തുന്നത്. സ്റ്റേറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇവർ ഇതുവരെ ചിന്തിച്ചിരുന്നതായിരുന്നില്ല ബോക്സിങ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് അവിടെ വെച്ചുണ്ടാവുകയാണ്. പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും അതേപോലെ തന്നെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് സിനിമ പറയുന്നത്. കുറച്ച് പിള്ളേർ ബോക്സിങ് പഠിക്കാൻ പോകുന്നു, കോമ്പറ്റീഷന് ചേരുന്നു, ലാസ്റ്റ് ഇടിക്കുന്നു, ജയിക്കുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല. ആക്ച്വലി ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ പാക്ഡ് ക്രൗഡിൻ്റെ കൂടെ ഒരു തിയേറ്ററിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ പടത്തിന് തരാനുള്ളത്. കാരണം ഇതൊരു എക്സ്ട്രാ ഓർഡിനറി കോമഡി ഫിലിം അങ്ങനത്തെ ഒരു പടമല്ല. പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് സിറ്റുവേഷൻസ്, അവർ പറയുന്ന കൗണ്ടറുകൾ എല്ലാം തന്നെ നമുക്ക് തിയേറ്ററിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ക്രൗഡുള്ള ഒരു തിയേറ്ററൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തിയേറ്റർ ആംബിയൻസ് കിട്ടും. കാരണം അതിൻ്റെ മെയിൻ കാരണം തന്നെ ഖാലിദ് റഹ്മാനാണ്. കാരണം അയാൾക്കറിയാം ആളുകൾ എവിടെ കൈയടിക്കും, ആ തിയേറ്ററിൽ ഇന്നൊരു ക്യാരക്ടറിനെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായിട്ട് എന്തായാലും അറിയാം. നസ്ലിൻ, ലുക്മാൻ, ഗണപതി, ബേബി ജീൻ, പിന്നെ തണ്ണീർമത്തൻ ദിനങ്ങളിൽ ലിൻഡപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവതരിപ്പിച്ച ഈ ഒരു സിനിമയിൽ മുടിയൊക്കെ കളർ ചെയ്തിട്ടുള്ളൊരു പയ്യൻ, ഇവരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ജിംഖാന. അത് കൂടാതെ തന്നെ ഹൃദയം സിനിമയിലൊക്കെ പ്രണവിൻ്റെ കൂടെയുള്ള ഒരു പയ്യൻ, പിന്നെ വേറെ സിനിമകളിലൊക്കെ ഉള്ള കുറച്ച് പുതുമുഖങ്ങളുണ്ട്. ഇവരുടെ ആ ഒരു ടീമിൻ്റെ പടത്തിലേക്ക് കണ്ടാൽ അവരുടെ പേരുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ജിംഖാന ഗ്യാങ്, അതാണ് ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു പോസിറ്റീവും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇവരുടെ ഒരു കെമിസ്ട്രി, ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ, സിറ്റുവേഷൻസ്, ഇതെല്ലാം ഇവരെ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യിച്ചിരിക്കുന്നത് വളരെ കിടിലനായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിയേറ്ററിൽ സിനിമ ത്രൂ ഔട്ട് എൻഗേജ് കിട്ടുന്നത് ഇവരുടെ ആ ഒരു കെമിസ്ട്രി കൊണ്ടാണ്. അതിനകത്ത് തന്നെ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമായ ക്യാരക്ടർ എന്ന് പറയുന്നത് ലുക്മാൻ്റെ കോച്ചായിട്ടുള്ള ആ ക്യാരക്ടറും അതുപോലെ തന്നെ ഗണപതിയുടെ ദീപക് എന്ന് പറഞ്ഞത്, രണ്ടും കിടിലനായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി അതിനകത്ത് ഇഷ്ടമായതാണ്. നസ്ലിൻ്റെ ജോജോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. നസ്ലിൻ ഓൾറെഡി പല മറ്റ് സിനിമകളിലൊക്കെ ചെയ്തേക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇതിനകത്തും നസ്ലിൻ ഈ പറഞ്ഞ രീതിയിലൊരു 2K കിഡ് പയ്യൻ, അതേപോലെ തന്നെ ഒരു ഒന്നിലധികം കാമുകിമാരൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ബാക്കി ആ രണ്ടുപേരെയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. ലുക്മാനും ഗണപതിയും അന്യായമാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു തണ്ണീർമത്തല്ല ലിൻഡപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആ പയ്യനും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഗൂസ് ബമ്പ് വരുന്ന കുറച്ച് സീനുകളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ സിനിമയിലേക്ക് വന്നിട്ടുമുണ്ട്. അത് ലാർജർ ദാൻ ലൈഫ് ഹീറോസിനെ വെച്ച് മാസിക്കുക അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് മാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു സ്ക്രീൻ പ്രസൻസും ഇല്ലാത്ത, സ്ക്രീനിൽ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മാസ് കാണിക്കാനാണ് എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്ന ആളുകളെ വെച്ച് തിയേറ്ററിൽ മാസ് കാണിക്കുക, അത് ഓരോ പ്രേക്ഷകന് രോമാഞ്ചം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഡയറക്ടറിൻ്റെ കഴിവാണ്. അതായത് നമ്മൾ തന്നെ ചിന്തിച്ചു ഇയാളെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു തോന്നല്, ആ ഒരു നടനെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള തോന്നലിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു മാസ് സീൻ എലവേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ടറിനുള്ള കഴിവ്, അത് ഖാലിദ് റഹ്മാനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനത്തെ നിരവധി സീനുകൾ ഈ സിനിമയിലുണ്ട്. ഡയറക്ടർ ഓൾറെഡി ഇത്തരം സീനുകൾ എലവേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിനെ കൂടുതൽ സെറ്റ് രീതിയിലേക്ക് എത്തിക്കാനായിട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും സെറ്റായിരിക്കണം. വിഷ്ണു വിജയ്, മറ്റാരും ഇതിനേക്കാൾ കൂടുതൽ ആപ്റ്റായിട്ടുള്ള വേറെ ആരുമില്ല. വിഷ്ണു വിജയുടെ മ്യൂസിക് കറക്റ്റായിട്ട് ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ BGM ഓരോ ഗൂസ് ബംപ് സീൻസിനാണെങ്കിലും
നോർമൽ സീൻസിനാണല്ലോ അതിന് പറ്റിയ പക്ക സാധനം, വേറെ ചോയ്സ് ഇല്ല. വിഷ്ണു വിജയ് തന്നെയാണ് ഇതുപോലത്തെ വൈബ് സാധനങ്ങൾക്ക് ഇപ്പോൾ ബെറ്റർ. അപ്പോൾ ആൾ അത് കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജിംഖാന ഗ്യാങ്ങിനെ കൂടാതെ സിനിമയിൽ കോട്ടയം നസീർ, അതേപോലെ തന്നെ ഷൈൻ ടൗൺ ചാക്കോ, പിന്നെ പഴയകാല മ്യൂസിക് ഡയറക്ടർ അലക്സ് പോളിനെ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. ആൾ മ്യൂസിക്കിലൊന്നും അത്ര സജീവമല്ല, പക്ഷേ ഈ സിനിമയിൽ നസ്ലിൻ്റെ അച്ഛനായിട്ടുള്ളൊരു ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ആളെ കാണുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നിഷാൻ സാഗറിൻ്റെ മകൾ ഒരു ക്യാരക്ടറിന് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിലെ നട്ടാഷ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആൾ നല്ല കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് കുറച്ച് ബോക്സിങ് സീനുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അഭിനയിച്ചേക്കണ എല്ലാവരും തന്നെ ഈ ഒരു പടത്തിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഒരു വൈബ് തന്നെ കൊടുത്തിട്ടാണ് പടത്തിൽ ഉടനീളം ബാക്കി എല്ലാവരും തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഖാലിദ് റഹ്മാൻ്റെ ബ്രദറായിട്ടുള്ള ജിംഷി ഖാലിദാണ് സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫി ഒക്കെ ഗംഭീരമായിരുന്നു. കാരണം ഒരു തല്ലുമാല വൈബിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്, ഒരു മിനി തല്ലുമാല എന്ന് വേണമെങ്കിൽ വിശേഷിക്കാം പടത്തിന്. പിന്നെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് നിഷാദ് യൂസഫാണ്. ആൾ മരിച്ചുപോയി. എഡിറ്റിംഗ് എല്ലാം ഗംഭീരമായിരുന്നു. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി പറഞ്ഞായിരുന്നു, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു സ്പോർട്സ് മൂവി എന്നതിനേക്കാൾ ഉപരി കുറേ നല്ല മൊമെൻറ്റ്സ് ഉള്ള ഒരു നല്ല ഓളത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. നിങ്ങൾ തിയേറ്ററിൽ ഈ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് പോവുകയാണെങ്കിൽ നല്ലൊരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫിലിം എന്തായാലും കിട്ടും. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ മൊത്തത്തിൽ തോന്നിയത് ഒരു ഖാലിദ് റഹ്മാൻ പടം അല്ല, ഖാലിദ് റഹ്മാൻ പഞ്ച്.